നമസ്കാരം. അതികായൻ്റെ മരണം രാവണന് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. രാവണൻ്റെ നിലവിട്ട്, അതായത് ചക്രവർത്തിയാണെന്നോ രാജാവാണെന്നോ ഉള്ള ആ ഭാവമൊക്കെ വിട്ട് രാവണൻ വാവിട്ട് നിലവിളിച്ചു. കാരണം തൻ്റെ പ്രിയപുത്രനാണ് അതികായൻ. ജനനം മുതൽ തന്നെ ഏറെ അത്ഭുതം തോന്നിപ്പിച്ച ഒരു പ്രിയപുത്രനാണ് അതികായൻ. അമാനുഷ്യനായി കരുതിയിരുന്ന അതികായൻ്റെ ശക്തിയിൽ രാവണന് പലപ്പോഴും വലിയ അഭിമാനവും അതിൻ്റെ പേരിൽ അഹങ്കാരവും തോന്നിയിരുന്നു. തൻ്റെ പുത്രന്മാരൊക്കെ വളരെ മിടുക്കന്മാരാണ്, വളരെ കരുത്തന്മാരാണ് എന്നുള്ള നിലയിലുള്ള മേഘനാഥനെക്കുറിച്ചും അതികായനെക്കുറിച്ചും അക്ഷകുമാരനെക്കുറിച്ചും ആ നിലയിലുള്ള വിശ്വാസമാണ് രാവണനുള്ളത്. ആ വിശ്വാസമാണ് തകർന്നു പോയത്. അക്ഷകുമാരനെ ഹനുമാൻ വധിച്ചു, ഇപ്പോൾ അതികായനെ ലക്ഷ്മണൻ വധിച്ചു. ഈ സംഭവം രാവണനിലുണ്ടാക്കിയ ആഘാതം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിലയിലായിരുന്നു. അതിനിടയിൽ ധന്യമാല കടന്നു വന്ന് രാവണനെ ധാരാളം ശകാരിച്ചുകൊണ്ട് നിലവിളിക്കുകയുണ്ടായി. ശകാരവർഷം ചൊരിഞ്ഞു എന്ന് പറയാം ധന്യമാല. രാവണൻ ഒരാൾ കാരണം കുലം നശിക്കും എന്ന നിലയിൽ രാവണന്റെ മുഖത്ത് നോക്കി രാവണന്റെ ഭാര്യ ധന്യമാല ഈ വിധം സംസാരിച്ചപ്പോൾ വാസ്തവത്തിൽ രാവണൻ ഒന്നും മിണ്ടാൻ പറ്റാതെ രാവണൻ വെറുതെ ഇരുന്നു പോയി. ധന്യമാല ഒച്ച വെച്ച് സംസാരിച്ചത് കൊട്ടാരത്തിൽ ആകെ തന്നെ അതൊരു ശബ്ദമുഖരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ അവസരത്തിലാണ് രാവണന്റെ പുത്രൻ, മൂത്തപുത്രൻ മേഘനാഥൻ ഇന്ദ്രജിത്ത് അങ്ങോട്ട് കടന്നു വന്നത്. ദുഃഖപരവശനായിരിക്കുന്ന രാവണന്റെ മുന്നിലേക്ക് കടന്നു വന്ന ഇന്ദ്രജിത്ത് രാവണനോട് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതികായനെ യുദ്ധത്തിന് അയക്കുന്നതിന് മുമ്പേ നമ്മോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? അക്ഷകുമാരനെ അയച്ച സമയത്ത് എന്നെ നാം പറഞ്ഞതാണ് നമ്മോട് പറയണമെന്ന്. വീണ്ടും വിചാരമില്ലാതെ നമ്മുടെ അനുജന്മാരെ യുദ്ധത്തിനയച്ച് രണ്ടുപേരും കൊല്ലപ്പെട്ടു. അക്ഷകുമാരനെ അന്ന് അക്ഷകുമാരൻ്റെ ആവേശം കണ്ട് അക്ഷകുമാരനെ പറഞ്ഞയച്ചപ്പോൾ, അക്ഷകുമാരൻ കൊല്ലപ്പെട്ടപ്പോൾ പിതാശ്രീ അങ്ങ് ഏറെ വേദനിച്ചതാണ്. നാം എല്ലാം വേദനിച്ചതാണ്. അന്ന് ഞാൻ പറഞ്ഞതാണ്, ഇനി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അയക്കുകയാണെങ്കിൽ നമ്മോട് പറയണമെന്ന്. പക്ഷെ അങ്ങത് പറഞ്ഞില്ല. അതികായനെ ഇപ്പോൾ കൊലയ്ക്ക് കൊടുത്തു. ദുഃഖം തോന്നുന്നു അതികായനെ കൊലയ്ക്ക് കൊടുത്തു. അതികായൻ നഷ്ടപ്പെട്ടു. പക്ഷേ അതികായൻ കൊല്ലപ്പെട്ടുവെങ്കിലും ഈ വാനരന്മാരെയും രണ്ട് മനുഷ്യരെയും നശിപ്പിക്കാൻ നമുക്ക് അധിക സമയം വേണ്ട എന്നുള്ള കാര്യം അഭിനന്ദനായ നമ്മുടെ പിതാവ് മനസ്സിലാക്കണം. മുൻപ് കൊട്ടാരത്തിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയ ഹനുമാനെ ഞാൻ അങ്ങയുടെ മുന്നിൽ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നതാണ്. യുദ്ധാരംഭത്തിൽ പങ്കെടുത്തുകൊണ്ട് നാഗാസ്ത്ര പ്രയോഗത്താൽ മുഴുവൻ ആളുകളെയും വധിക്കുന്നതിന് തുല്യമായി നാം
ബന്ധിതനാക്കിയതാണ്. ശ്രീരാമൻ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത്. പക്ഷേ അങ്ങ് നമ്മോട് ഒരു കാര്യവും ആലോചിക്കാതെയാണ് ഇവർക്ക് ഓരോരുത്തർക്കും അനുവാദം കൊടുത്തത്. നാം യുദ്ധത്തിന് പോകാൻ തയ്യാറാണ്. എന്തേ നമ്മുടെ കരുത്തിന് അങ്ങ് ഉപയോഗപ്പെടുത്തിയില്ല? നമുക്കതിന് കഴിയില്ല എന്ന് വിശ്വാസമുണ്ടോ? നാം ഉള്ളപ്പോൾ മറ്റാരെയാണ് അങ്ങ് ആശ്രയിക്കുന്നത്? എല്ലാ യുദ്ധത്തിലും നാമല്ലേ അങ്ങയോടൊപ്പം നിന്നിട്ടുള്ളത്? സ്വർഗത്തിൽ ദേവന്മാരോടും ഇന്ദ്രനോടും ഒക്കെ പോരാടിയപ്പോഴൊക്കെ ഇന്ദ്രനെ പിടിച്ചുകെട്ടി കൊണ്ടുവന്നതുമൊക്കെ നാമല്ലേ? അങ്ങനത്തെ അത് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ യുദ്ധത്തിനയച്ചത്? ഈ വിധം ഓരോന്നിങ്ങനെ ഇന്ദ്രജിത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ഒപ്പം താൻ യുദ്ധത്തിന് പോകാൻ തയ്യാറാണ് എന്നും കൂടി വ്യക്തമാക്കിയപ്പോൾ രാവണന് വീണ്ടും സന്തോഷമായി. കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരുന്ന രാവണൻ വീണ്ടും രാവണനിലേക്ക് ഇങ്ങനെ ഒരു പ്രത്യാശ മുളപൊട്ടി. രാവണൻ സന്തോഷത്തിൽ ആയി. ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തൻ്റെ പ്രിയപുത്രൻ, കനിഷ്ഠപുത്രൻ, ലോക പോരാളി മേഘനാഥൻ, ഈ 14 ലോകങ്ങളിലും വെച്ച് ഏറ്റവും കരുത്തനായ പോരാളി ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൽ വീണ്ടും രാവണൻ സന്തോഷം കൊണ്ടു. രാവണൻ എണീറ്റ് വന്ന് ഇന്ദ്രജിത്തിനെ ആശ്ലേഷിച്ച് മൂർധാവിൽ ചുംബിച്ചു. ഇന്ദ്രജിത്ത് രാവണനോട് പറഞ്ഞു, അങ്ങ് തെറ്റുതിരുത്തണം. തെറ്റുതിരുത്തുവാൻ നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ തെറ്റ് തിരുത്തിയില്ല. മറ്റൊരാളിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് പല അവസരങ്ങളിൽ നാം പറഞ്ഞതാണ്. അത് ശ്രവിക്കുവാൻ അങ്ങ് തയ്യാറായില്ല. ഇനിയിപ്പോൾ അതിനുള്ള അവസരവും കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. വേണ്ട, നാം ഇന്ന് തന്നെ അവരുടെ കഥ കഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജിത്ത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് പ്രഖ്യാപിച്ചു. സന്തുഷ്ടനായ രാവണൻ ഇന്ദ്രജിത്തിനോടൊപ്പം പോകാൻ ആവശ്യമായ സേനയെ വിന്യസിച്ചു. ധാരാളം സൗകര്യങ്ങൾ ഇന്ദ്രജിത്തിന് വേണ്ടി ചെയ്യുവാൻ രാവണൻ തയ്യാറായി. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇന്ദ്രജിത്ത് നികുംബലയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും സ്വയം ശക്തി ആർജിക്കാൻ വേണ്ടി ഇന്ദ്രജിത്ത് വലിയ ഹോമങ്ങളും പൂജയുമൊക്കെ നടത്തി കരുത്താർജിക്കാറുണ്ട്. നികുംബല എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് അകലെയായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ പൂജയ്ക്കും മറ്റു ഹോമങ്ങൾക്കും വേണ്ട സൗകര്യം എല്ലാം ചെയ്യാൻ പറഞ്ഞു, നിർദ്ദേശം കൊടുത്തിരുന്നു. അതിവേഗം എല്ലാ സൗകര്യങ്ങളും പൂർത്തിയായി. രാവണൻ വീണ്ടും ചോദിച്ചു, എല്ലാ സൗകര്യങ്ങളുമായോ? മേഘനാഥൻ അങ്ങോട്ട് പോവുകയാണ്. മേഘനാഥൻ അവിടെ പോയി ചുവന്ന പട്ടുടുത്ത് സമ്പൂർണ്ണ യോഗിയെപ്പോലെ അവിടെ പോയി പൂജ ചെയ്തു. സകല മന്ത്രങ്ങളും ഉരുവിട്ട് പൂജ ചെയ്ത പരമേശ്വരനെ, സാക്ഷാൽ ശ്രീ പരമേശ്വരനെ പൂജിച്ചു. പൂജിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ശരീരത്തിൽ പുതിയൊരു ശക്തി പകർന്നു കിട്ടിയതായി മേഘനാഥൻ അനുഭവപ്പെട്ടു. ആ ശക്തിയോടെ മേഘനാഥൻ വന്ന് തേരിൽ കയറി യുദ്ധത്തിനായി പുറപ്പെട്ടു. മേഘനാഥൻ ഇങ്ങനെ യുദ്ധത്തിനായി വരുന്നത് കണ്ടപ്പോൾ തന്നെ
വാനരർക്ക് ഭയമായി. ഒപ്പം ഒരു വലിയ സംഘം പടയും. ഇന്ദ്രജിത്ത് യുദ്ധക്കളത്തിലെത്തി ഒരു ഞാണലിയിട്ടു. പ്രകമ്പനം കൊള്ളിക്കുന്ന ഞാണലിയാണ്. അത് കേട്ട് വാനരർ നാലുപാട് ഓടി ഭയന്ന്. ഇന്ദ്രജിത്തിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. അവർക്കറിയാം മേഘനാഥൻ രാവണന്റെ മൂത്തപുത്രനാണ്, വലിയ പോരാളിയാണ്, ഏത് ശത്രുവിനെയും നിഗ്രഹിക്കാൻ അധിക സമയം വേണ്ടാത്ത ആളാണ്, ഒക്കെ അറിയാം. ആ ഇന്ദ്രജിത്തിൻ്റെ ഞാണലിയിൽ ആ യുദ്ധക്കളം മാത്രമല്ല രാജ്യം മുഴുവൻ തന്നെ പ്രകമ്പനം കൊണ്ടു. യുദ്ധം ആരംഭിച്ചു. വാനരപ്പടയും രാക്ഷസപ്പടയും തമ്മിൽ ഏറ്റുമുട്ടി. കൊടിയ യുദ്ധം, വളരെ വലിയ യുദ്ധം തുടങ്ങി. ഇന്ദ്രജിത്തും ഹനുമാനുമായി ഏറ്റുമുട്ടി. ഹനുമാൻ യുദ്ധത്തിനായി ഇന്ദ്രജിത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ ഇന്ദ്രജിത്ത് ചോദിച്ചു, വാനര, നീ ഇങ്ങനെ യുദ്ധത്തിന് വരുന്നുണ്ടോ? നിനക്ക് അമ്പും വില്ലും പിടിക്കാൻ അറിയാമോ? നീ എന്ത് പോരാളിയാണ്? അപ്പോൾ ഹനുമാൻ പറഞ്ഞു, അമ്പും വില്ലും വേണ്ട, മുഷ്ടി മതി. ഞങ്ങളുടെ മുഷ്ടി കൊണ്ട് നിങ്ങളെയൊക്കെ തകർക്കാൻ നമുക്ക് കഴിയും. പക്ഷേ നമ്മോടൊപ്പം അമ്പും വില്ലും പിടിക്കുന്ന വേറെ 2 പേരുണ്ട്. അപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു, അവരെ കാണുവാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, അവരാരെങ്കിലും ഒരാളിനെ ഇന്ന് കാണും. അപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു, അത് അവസാനത്തെ കാഴ്ചയായിരിക്കും. അപ്പോൾ ഹനുമാൻ മറുപടിയായി പറഞ്ഞു, നിന്റെ അവസാനത്തെ കാഴ്ച. തിരിച്ച് അങ്ങനെ മറുപടി പറഞ്ഞു. ആ ഒരു സംവാദം നടന്നതിന് ശേഷമാണ് അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയത്. ഇതിനിടയിൽ സുഗ്രീവനും അംഗദൻ വന്ന്, അംഗദനാണെങ്കിൽ അവിടെ നേരത്തെ കുംഭകർണൻ ഉപയോഗിച്ച ശൂലം അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ ശൂലമെടുത്ത് അംഗദൻ രാക്ഷസ സൈന്യത്തിന് നേരെ എറിഞ്ഞു. ഒരു വലിയ സംഘം രാക്ഷസ സൈനികർ ആ ശൂലമേറിൽ മരിച്ചു വീണു. നളൻ അവിടെയും ഇവിടെയും പാഞ്ഞു നടന്ന് രാക്ഷസരെ വേട്ടയാടി. നീലന്റെ പരാക്രമം ഇന്ദ്രജിത്ത് അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ടു. ഹനുമാനെ മാത്രമാണ് നേരത്തെ ഇന്ദ്രജിത്ത് കണ്ടിട്ടുള്ള ഭീകരരൂപിയായ അല്ലെങ്കിൽ ഭീകരമായ നിലയിൽ ആക്രമണം നടത്തുന്ന വാനരൻ. ഹനുമാനെ വെല്ലുന്ന നിലയിലുള്ള ആക്രമണം നടത്തുന്ന സുഗ്രീവനെയും അംഗദനെയും ഒപ്പം നീലനെയും കണ്ടപ്പോൾ, നളനെയൊക്കെ കണ്ടപ്പോൾ ഇന്ദ്രജിത്തിന് മനസ്സിലായി, ഇവരാരും സാധാരണ വാനരന്മാരല്ല എന്ന് തിരിച്ചറിവ് ഇന്ദ്രജിത്തിനുണ്ടായി. അവർ കൂട്ടം കൂട്ടമായി രാക്ഷസ സൈന്യത്തെ കൊന്നൊടുക്കുകയാണ്. ഇന്ദ്രജിത്തും തിരിച്ച് വൻതോതിൽ വാനരയെയും വധിച്ചു തുടങ്ങി. ഇത് കണ്ട് ലക്ഷ്മണൻ വിഭീഷണനോടായി പറഞ്ഞു, പ്രശ്നം അത്ര പന്തിയല്ല എന്ന് തോന്നുന്നു, നമുക്ക് വലിയ നാശമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്തേ മതിയാകും. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, യുദ്ധമല്ലേ, സ്വാഭാവികമായും കുറേ മരണമുണ്ടാകും. ഇന്ദ്രജിത്തിനെ നേരിടുന്നതും ഇന്ദ്രജിത്തിൻ്റെ യുദ്ധത്തെ നോക്കിക്കാണുന്നതും സാധാരണ ഒരു രാക്ഷസ വീരൻ വരുന്നത് പോലെയും നടത്തുന്നത് പോലെയുമായ യുദ്ധമല്ല. എല്ലാ ലോകങ്ങളും കീഴടക്കിയ, ഇന്ദ്രനെപ്പോലും കീഴടക്കിയ ഒരു പോരാളിയാണ്. രാവണൻ്റെ കരുത്താണ് ഇന്ദ്രജിത്ത്, മേഘനാഥൻ. ഈ മേഘനാഥനെ നേരിടാൻ കുറച്ച് വൈകി എന്നുള്ളത് കൊണ്ട് തെറ്റില്ല. കാരണം
ഈ രാക്ഷസപ്പടയുടെയൊക്കെ ആക്രമണത്തെ നമ്മുടെ വാനര സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് കുറച്ച് തുടരട്ടെ, അത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്തു തുടങ്ങാം. സമയം ഉച്ച കഴിഞ്ഞ് സന്ധ്യയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, സമയം സൂര്യൻ അസ്തമിക്കാറായി. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ്, രാത്രികളിലാണ് രാക്ഷസരുടെ പോരാട്ടം പലപ്പോഴും നടത്തുന്നത്. രാത്രിഞ്ചരന്മാരാണ്. പ്രത്യേകിച്ച് ഇന്ദ്രജിത്ത് തികഞ്ഞ മായാവിയാണ്. മായാവിദ്യയിൽ, മായാജാല പ്രകടനത്തിൽ വളരെ വിദഗ്ധനാണ്. ഇന്ദ്രജിത്ത് അപകടകാരിയായ ഒരു പോരാളിയാണ്. എന്ത് അധാർമിക പ്രവൃത്തിയും കാണിക്കും. അധികായനെ പോലെയോ കുംഭകർണനെ പോലെയോ അല്ല. കുംഭകർണനും അധികായനും ധാർമ്മികമായ വഴിവിട്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. അധികായനും അതുപോലെയാണ്. അധികായൻ നേരെ വാ നേരെ പോ എന്നുള്ള നിലയിൽ യുദ്ധം ചെയ്തിരുന്ന ആളാണ്. ഇന്ദ്രജിത്ത് ആ വഴിയൊന്നുമല്ല. ഇന്ദ്രജിത്ത് ഏത് മാർഗവും സ്വീകരിക്കും ശത്രുവിനെ നേരിടുവാൻ. അതുകൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ വരവ് നാം ശ്രദ്ധാപൂർവം നോക്കിക്കാണണം. ഈ വിധം ഇങ്ങനെ പറഞ്ഞു നിന്നുകൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ പോരാട്ടം തുടരുകയാണ്. ആ സമയം ലക്ഷ്മണൻ ഇന്ദ്രജിത്തുമായി പോരാടുവാൻ ശ്രീരാമദേവൻ്റെ അനുവാദത്തോടുകൂടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. ലക്ഷ്മണൻ്റെ വരവ് കണ്ടപ്പോൾ ഇന്ദ്രജിത്തിന് സന്തോഷമായി. ഒരു വില്ല് പിടിച്ച ഒരു മനുഷ്യൻ വരുന്നുണ്ടല്ലോ, അത് ലക്ഷ്മണനാണെന്നറിയാം. ലക്ഷ്മണൻ വന്ന വഴിയിൽ തന്നെ യുദ്ധം നയിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രജിത്തിൻ്റെ രഥത്തിലേക്ക് അമ്പെയ്ത് രഥത്തെ തകർത്തു. രഥം തകർന്ന് തേരാളി കൊല്ലപ്പെട്ടു. രഥം തകർന്ന ഉടൻ തന്നെ ഇന്ദ്രജിത്ത് മറ്റൊരു രഥത്തിലേക്ക് ചാടിക്കയറി നിമിഷവേഗത്തിൽ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അന്ന് തേര് തകർക്കപ്പെടുന്നത്. ആദ്യ അങ്കദനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ രഥം തകർന്നതാണ്. അങ്കദൻ രഥം തകർത്തതാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ലക്ഷ്മണൻ രഥം തകർത്തിരിക്കുന്നു. ഈ സമയം മറ്റൊരു തേരിലേക്ക് ചാടിക്കയറിക്കൊണ്ട് ഇന്ദ്രജിത്ത് അസ്ത്രപ്രയോഗം തുടങ്ങി. ലക്ഷ്മണന്റെ അസ്ത്രപ്രയോഗം ശരവർഷം തുടങ്ങി ലക്ഷ്മണൻ. രാക്ഷസ സൈന്യം വൻതോതിൽ നശിച്ചു. ഇന്ദ്രജിത്ത് നോക്കിയപ്പോൾ ഭയങ്കര അത്ഭുതകരമായിരിക്കുന്നു ലക്ഷ്മണന്റെ ആക്രമണ ശൈലി. ഇന്ദ്രജിത്ത് ലക്ഷ്മണനെ അഭിനന്ദിച്ചു. നല്ല പോരാളി. നാം ഈ വിധം പോരാടുന്ന ഒരു വ്യക്തിയെ ഭൂമുഖത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ഭൂമുഖത്തും ദേവലോകത്തും ഇതുവരെ കണ്ടിട്ടില്ല. മുഖാമുഖം ഏറ്റുമുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മണനെ അഭിനന്ദിച്ചു. ലക്ഷ്മണൻ തിരിച്ചു. ഇന്ദ്രജിത്തിന്റെ മികവിനെ ലക്ഷ്മണനും അഭിനന്ദിച്ചു. അന്നൊക്കെ യുദ്ധകാലത്ത് പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു യുദ്ധരീതിയാണുള്ളത്. അങ്ങനെ സംസാരിച്ച് വീണ്ടും പോരാട്ടം തുടർന്നു. പെട്ടെന്ന് ഞൊടിയിടയിൽ ഇന്ദ്രജിത്ത് അപ്രത്യക്ഷനായി. ഇന്ദ്രജിത്തിനെ കാണാനില്ല. അപ്പോൾ ഇന്ദ്രജിത്ത് കളം വിട്ട് ഓടി എന്നെല്ലാവരും ധരിച്ചു. ഇന്ദ്രജിത്ത് കളം വിട്ട് ഓടിയതല്ല എന്നും ഇന്ദ്രജിത്ത് എവിടെയോ മറഞ്ഞു എന്നും വിഭീഷണൻ അറിയാം. ഇന്ദ്രജിത്ത് മറഞ്ഞു നിന്നുകൊണ്ട് മാത്രമേ പല പോരാട്ടങ്ങളും ചെയ്യാറുള്ളൂ. ഇന്ദ്രജിത്ത് മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്ന് ഈ സൈന്യത്തെ മുഴുവൻ നോക്കിക്കണ്ടു.
വാനര സൈന്യത്തെയും ലക്ഷ്മണനെയും ഒക്കെ നോക്കിക്കണ്ടു. യുദ്ധക്കടന്ന് നിൽക്കുന്ന മുഴുവൻ സൈന്യത്തെയും, തൻ്റെ ശത്രുപാളയത്തിൽ നിൽക്കുന്ന മുഴുവൻ സൈന്യത്തെ നോക്കിക്കണ്ടു. ഇന്ദ്രജിത്ത് വളരെ വേഗം അവസരം പാഴാക്കാതെ നാഗാസ്ത്രം പ്രയോഗിച്ചു. യുദ്ധാരംഭത്തിൽ വന്ന ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നാഗാസ്ത്രം പ്രയോഗിച്ചു പോയതാണ്. ഇത് കൂടുതൽ കരുത്തോടെ നാഗാസ്ത്രം പ്രയോഗിച്ചു. ലക്ഷ്മണൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സുഗ്രീവനും ഹനുമാനും ജാമ്പവാനും ഒക്കെ താഴെ കടന്ന് കൈകാലിട്ടടിക്കുന്നു. നോക്കി നിൽക്കെ അങ്കദനും താഴെ വീണ് കൈയിട്ട് വളരെ വേഗം വാനര സൈന്യം ആകെ കുഴഞ്ഞു വീഴുന്നതും കൈകാലിട്ടടിക്കുന്നതുമായ കാഴ്ച കണ്ടു. താനറിയാതെ താനും മറിഞ്ഞു വീണു. അനന്തൻ്റെ അവതാരമാണ് ലക്ഷ്മണനെങ്കിലും ലക്ഷ്മണനും മറിഞ്ഞു വീണു. നാഗാസ്ത്ര പ്രയോഗത്താൽ മുഴുവൻ വാനര സൈന്യവും ലക്ഷ്മണനും നാഗപാശത്താൽ ബന്ധപ്പെട്ട് അബോധാവസ്ഥയിലായി. കുറേ സമയം കഴിയുമ്പോൾ ഇവരെല്ലാം കൊല്ലപ്പെടും. ആ നിലയിൽ യുദ്ധക്കളം ശാന്തമായി. രാക്ഷസ സൈന്യം അങ്ങ് ആർത്തട്ടഹസിച്ചു, ആർപ്പ് വിളിച്ചു. വാനരസേനയെയും ലക്ഷ്മണനെയും വധിച്ചു എന്ന് ആർപ്പ് വിളിച്ചു. മേഘനാഥൻ നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു. മേഘനാഥൻ യുദ്ധത്തിന് പോയതിനു ശേഷം വിവരമൊന്നുമില്ലാത്തതിൽ രാവണൻ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുകയായിരുന്നു, ഉലാത്തുകയായിരുന്നു. ചില സമയത്ത് പോയി സിംഹാസനത്തിൽ ഇരിക്കും, വീണ്ടും എണിക്കും, നടക്കും. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ. ഒരു വിവരമില്ല മേഘനാഥനെക്കുറിച്ച്. ദൂതന്മാരാരും ഒന്നും വന്ന് പറഞ്ഞില്ല. ആ സമയമാണ് മേഘനാഥൻ്റെ വരവ് കുറിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ രാവണൻ്റെ മുഖത്ത് സന്തോഷമായിരുന്നു. കുമാരൻ വരുന്നു, മേഘനാഥൻ വരുന്നുവെന്ന്. മേഘനാഥൻ വന്ന് നേരെ രാവണൻ്റെ അടുത്തെത്തി, പിതാവേ, നാം വാനര സൈന്യത്തെ ആകെ നശിപ്പിച്ചു, ലക്ഷ്മണനെയും വധിച്ചു, എല്ലാവരെയും ബന്ധനസ്ഥരാക്കി നശിപ്പിച്ചു, നാഗാസ്ത്രത്താൽ നശിപ്പിച്ചു. അപ്പോൾ വീണ്ടും നേരത്തെ രാവണൻ മുമ്പ് ചോദിച്ചത് രാമനോ, അത് നാളെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജിത്ത് നേരെ കിടപ്പറയിലേക്ക് പോയി. രാവണന് വലിയ സന്തോഷമായി. ഇന്ദ്രജിത്തിനെ ഈ വിധത്തിലെ കൃത്യം നിർവഹിക്കാൻ കഴിഞ്ഞതിലുള്ള ഏറെ സന്തോഷം. അതുവരെ രാവണനുണ്ടായ ദുഃഖമൊക്കെ മാറി. ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പോയപ്പോഴേ സന്തോഷമായി. പക്ഷെ ഇന്ദ്രജിത്ത് ഇങ്ങനെ മുഴുവൻ വാനര സൈന്യത്തെയും ലക്ഷ്മണനെയും നശിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. രാവണനിങ്ങനെ പോയി ആഹ്ലാദത്തിൽ ഇങ്ങനെ കിടന്ന് ആലോചിക്കുക, മനോരാജ്യം കാണുകയാണ്. സീതയെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചുള്ള നാളെ രാമനെ വധിക്കും, രാമനെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ സീത സ്വന്തം എന്നുള്ള നിലയിലുള്ള ആലോചനയാണ് രാവണൻ്റെ മനസ്സിൽ. ഈ മക്കളും രാക്ഷസ സൈന്യവും ഒക്കെ മരണപ്പെട്ടുവെങ്കിൽ തന്നെയും രാവണൻ്റെ ചിന്ത എപ്പോൾ സീതയെ കൂട്ടിക്കൊണ്ടുവരാം, സീതയുടെ മനസ്സ് എപ്പോൾ മാറും എന്നുള്ളതാണ് ചിന്ത. രാവണൻ അങ്ങനെ മനോരാജ്യം കാണുകയാണ്. ഈ സമയം ശ്രീരാമദേവൻ ഇതറിഞ്ഞല്ലോ. വിഭീഷണൻ പോയി ശ്രീരാമദേവനോട് ഇക്കാര്യം പറഞ്ഞു. നാഗാസ്ത്രത്താൽ ഇവരൊക്കെ ബന്ധിതരാക്കിയ കാര്യം പറഞ്ഞു. ശ്രീരാമദേവൻ വളരെ പെട്ടെന്ന് ഗരുഡസ്തുതി നടത്തി. ഗരുഡൻ ആകാശത്തുകൂടെ, ആ ഇരുണ്ട ആകാശത്ത്
സന്ധ്യ കഴിഞ്ഞിരുന്നല്ലോ. ഇരുണ്ട ആകാശത്തുകൂടി സ്വർണപ്രഭ ചൊരിഞ്ഞുകൊണ്ട് ഗരുഡൻ ഇങ്ങനെ പറന്നു വന്ന് ശ്രീരാമദേവനെ വന്നിച്ച് വന്നപ്പോൾ തന്നെ ആ പ്രകാശം അടിച്ചപ്പോൾ തന്നെ നാഗങ്ങൾ പലതും ഓടി ഒളിക്കാൻ തുടങ്ങി. വീണ്ടും അവിടെ തങ്ങിയ ചില നാഗങ്ങളെ, നാഗപാശത്തെ ഗരുഡൻ കൊത്തിയേർത്തു. ആ നാഗപാശത്തെ കൊത്തിയേർത്ത് എല്ലാവരെയും മോചിപ്പിച്ചു. എല്ലാവരും സ്വതന്ത്രരായി. അത് കഴിഞ്ഞ് ഗരുഡൻ ശ്രീരാമദേവന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ശ്രീരാമദേവൻ ഗരുഡന്റെ മൂർധാവിൽ തടവി തിരിച്ചയച്ചു. ഈ നാഗപാശത്തെ കൊത്തിയേർത്തതും ഗരുഡന്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ സംഭവമുണ്ട്. അത് പിന്നീട് ഒരിക്കൽ നമുക്ക് സംസാരിക്കാം. ഈ നാഗപാശം കൊത്തിയേർത്ത് കഴിഞ്ഞപ്പോൾ വാനര സൈന്യത്തിനുണ്ടായ ഉണർവുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആവേശമായിരുന്നു. ഇവരെയൊക്കെ വധിച്ചു, ലക്ഷ്മണനും വധിക്കപ്പെട്ടു എന്ന വാർത്ത ഒരുപക്ഷെ രാവണൻ സീതാദേവിയും രാവണന്റെ കിങ്കരന്മാർ അറിയിച്ചിട്ടുണ്ടാകും എന്ന് കരുതി സീതാദേവി ദുഃഖത്തിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് ധരിച്ചുകൊണ്ട് വാനരർ വീണ്ടും ഉണർന്നിരിക്കുന്നു എന്ന സന്ദേശം കൊടുക്കുവാനായി വാനരർ ഒന്ന് ആഹ്ലാദിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ആഹ്ലാദിക്കാൻ തീരുമാനിച്ചു. അവർ ഒച്ച വെച്ച് അലമുറയിട്ടു, ലക്ഷ്മണന്റെ ഞാണലിയിട്ടു. വീണ്ടും ശബ്ദമുഖരിതായി. മനോരാജ്യം കണ്ടു കിടക്കുന്ന രാവണൻ ഇത് കേട്ട് ഞെട്ടി. വാനരർ ആർപ്പുവിളി. ലക്ഷ്മണന്റെ ഞാണലി. ഇവിടെ തന്നെ ദൂതന്മാർ വന്നു. എന്താണ് അവിടെ യുദ്ധക്കളത്തിൽ സംഭവിച്ചത് എന്ന കാര്യം പറഞ്ഞു. രാവണൻ ചാടി എണീറ്റ് അവിടെ നിന്നും നേരെ ഇന്ദ്രജിത്തിൻ്റെ കിടപ്പറയിലേക്ക് പാഞ്ഞു ചെന്നു. അവിടെ ചെന്നപ്പോൾ രാവണൻ ചെന്നതെന്നും മേഘനാഥൻ അറിയുന്നില്ല. മേഘനാഥൻ സ്വപ്നത്തിലാണ്. അന്നത്തെ യുദ്ധം കഴിഞ്ഞിട്ട് പിറ്റെന്നുള്ള യുദ്ധത്തിനെക്കുറിച്ച് ഇങ്ങനെ ആലോചനയിലാണ്, കിടക്കുകയാണ്. അപ്പോൾ രാവണൻ ചെന്നിട്ടും ഇന്ദ്രജിത്ത് മേഘനാഥൻ അറിയാത്തപ്പോൾ മേഘനാഥനോട് രാവണൻ ചോദിച്ചു, പുത്ര നീ എന്ത് ചിന്തിക്കുകയാണ്? പെട്ടെന്നാണ് പിതാവിനെ കണ്ടപ്പോൾ മേഘനാഥൻ ചാടി എണീറ്റത്. അപ്പോൾ മേഘനാഥൻ പറഞ്ഞു, നാം നാളത്തെ കാര്യം എങ്ങനെ ആവണമെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ രാവണൻ പറഞ്ഞു, അവിടെ യുദ്ധക്കളത്തിൽ അവർക്കെല്ലാം പുനർജന്മം കിട്ടി, നാഗപാശം മുറിക്കപ്പെട്ടു. ആ സംഭവം ദൂതന്മാർ പറഞ്ഞ വിവരം രാവണൻ മേഘനാഥനോട് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നടന്ന യുദ്ധം പോരാ, ഇനിയും കൂടുതൽ കടുത്ത യുദ്ധം വേണ്ടി വരും എന്ന് മനസ്സിലാക്കി താൻ അതിന് തയ്യാറാണ് എന്ന് രാവണനോട് പറഞ്ഞു. നാളെ അതിനുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു. രാവണൻ ആ സന്തോഷത്തിൽ വീണ്ടും രാവണൻ്റെ